ചിന്തിക്കടോ സഹോദര, നമ്മുടെ മകൻ കള്ളുകുടിക്കുമോ? ഇല്ല. വ്യഭിചരിക്കുമോ? ഇല്ല. കഞ്ചാവടിക്കുമോ? ഇല്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുമോ? ഇല്ല. വീടി വലിക്കുമോ? ഇല്ല. കള്ളുകുടിക്കുന്നവന് കള്ളുകുടിക്കാതെ വരുമ്പോൾ കൈകാല് വിറയ്ക്കും. കഞ്ചാവടിക്കുന്നവന് സ്ഥിരമായി അടിക്കേണ്ട സമയത്ത് അടിച്ചില്ലെങ്കിൽ അവൻ ദേഷ്യപ്പെടും, അവന്റെ സ്വഭാവം മാറും. നീ കഷ്ടപ്പെട്ട് വളർത്തുന്ന നിന്റെ കൊച്ചുമകളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ കൊടുക്കാതിരുന്ന നോക്ക്, അല്ലെങ്കിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഒന്ന് പിടിച്ചു വാങ്ങി നോക്ക്. നിന്റെ മക്കളുടെ സ്വഭാവം മാറും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ സ്വഭാവം മാറും. ദേഷ്യമായി, വൈലന്റായി എത്രയോ കുട്ടികൾ, നിങ്ങൾ പഠിക്കണോ, എത്രയോ കുട്ടികൾ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ തൂങ്ങിച്ചത്തില്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ. എത്രയോ കുട്ടികൾ മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ മക്കൾ കയറി ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമുദായത്തിൽ ആത്മഹത്യ കുറവായിരുന്നു. ഈ സമുദായത്തിൽ ആത്മഹത്യ 2019 വരെ ആത്മഹത്യ കുറവായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.